പിന്നെ അസ്മയായിട്ട് അഭിനയിച്ച പൂജയുണ്ട്, സുലുവായിട്ട് അഭിനയിച്ച നമ്മുടെ അഖില, സോറി അഖിലുണ്ട്, മനപ്പുറമാണോ ചെറുതായിട്ടില്ല കേട്ടോ. മെറിനുണ്ട്, സ്റ്റെഫിയായിട്ട് അഭിനയിച്ച മെറിനുണ്ട്. ഞാൻ വന്നപ്പോൾ അവിടെ കണ്ടില്ലായിരുന്നല്ലോ, ഇവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന്. പിന്നെ ഡയാനയുണ്ട്, മാലൂട്ടിയുണ്ട്, നസ്രിയയുടെ മോളായിട്ട് അഭിനയിച്ച നമ്മുടെ മാലൂട്ടിയുണ്ട്, സിദ്ധുചാരനുണ്ട്, പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട്, കോ പ്രൊഡ്യൂസർ AB അനൂപ് സാറുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടറാണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ്, മ്യൂസിക്, എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഒരു വലിയ ടീം വർക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു. സിനിമയുടെ പ്രൊമോഷൻസ് മുതൽ ഇതിൻ്റെ ഇൻ്റർവ്യൂസിന് മുതൽ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഭയങ്കര സീരിയസ് ആണല്ലോ. ഇല്ലേ കുറച്ച് സീരിയസ്നെസ് കൂടിയില്ലേ, കുറച്ച് ഒരു ഇത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതാ മുൻപോട്ട് നസ്രിയനെയും കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. ഈ രണ്ട് കോംബോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂസിൽ വന്ന് ഞങ്ങളെ പറ്റിച്ചതാണ്. ഞങ്ങൾ വിചാരിച്ചു ഫുൾ കോമഡി ആയിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും സിനിമയിൽ നിന്ന്. പക്ഷേ ഞങ്ങൾ കണ്ടത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഫസ്റ്റ് നമ്മൾ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? നമ്മൾ തമ്മിൽ ശരിക്കും സ്നേഹമൊക്കെ തന്നെയാണ്. ശരിക്കും സ്നേഹമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഹലോ ഹായ്. വളരെയധികം സന്തോഷം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചിനായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ട പോലത്തെ ഒരു ഫീൽ. പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ ഇറ്റ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കാണാത്തവരെല്ലാവരും പോയി കാണാം. ഈ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു. താങ്ക് യു. നന്ദി മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ, ശരിക്കും വല്ല ഇടിയും കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നോ? സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയായിരുന്നോ ഒന്ന് പിടിച്ചിരിക്കാൻ? അങ്ങോട്ടാ അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ പറഞ്ഞു, നീ ഒരുപാട് വളവളവളാന്ന് പോയി അവിടെ പോയി മിണ്ടാൻ നിൽക്കില്ല, കുറച്ച് മയത്തിലൊക്കെ സംസാരിച്ചാൽ മതി. അതാണ് ഞങ്ങൾ അത്ര നിങ്ങളതാണ് അത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇന്റർവ്യൂവിൽ കണ്ട രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായി ഇല്ലേ? നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചു എന്നൊക്കെ. ബട്ട് താങ്ക് യു. ഇഷ്ടപ്പെടുന്നില്ല പിന്നെ സൂപ്പർ. ദൈവമേ എന്നോട് കൊടുക്കൂട്ടോ, വേണ്ട. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, നസ്രി ചെയ്ത ക്യാരക്ടേഴ്സിൽ എനിക്ക് തോന്നുന്നു ഒരു അമ്മ റോളൊക്കെ നമ്മൾ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് കണ്ടിരുന്ന ആളത്തെ മാലൂട്ടിക്ക് വന്നേ. ഹായ്, ഒരു ഹായ്. നല്ല സ്റ്റൈൽ മോളല്ലേ? അമ്മയെ പോലെ സ്റ്റൈലിഷ് മോളായിരുന്നു മാലൂട്ടിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് മാറിയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂളിലൊന്നും പോകണ്ടല്ലോ, കട്ട് ചെയ്യാലോ. അതല്ല, എനിക്ക് ആ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നപ്പോൾ എല്ലാവരും ഉള്ളതും കൊണ്ട് കുറേ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് എല്ലാ ടൈമും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടൈമായിരുന്നു. അപ്പോൾ അവിടുന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത്രയേ ഉള്ളൂ. ഇഷ്ടമായപ്പോ നസ്രീനെ എന്താ വിളിക്കാറ്? നെച്ചു. ആണോ? ബേസിലേറ്റിന് എന്താ വിളിക്കാറ്? ഞാൻ ബേസിൽ തന്നെ വിളിക്കാറ്. തളർത്തി. യങ് ആണല്ലോ പുള്ളി, യങ് ആണ്. രണ്ടുപേരും ഒരേ ഏജ് ആണെന്നൊക്കെ, സെയിം ഏജ് ആണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളൊരു പാട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് മുൻപ് നമുക്ക് ബാക്കിയുള്ള എല്ലാവരുടെ അടുത്ത് സംസാരിക്കാം. റെഡി? ആൻഡ് സിദ്ധു ചേട്ടന് നമ്മൾ ഇതുവരെ കണ്ടതിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഞങ്ങളിങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ ചിരിപ്പടക്കമായിട്ടാണ് സിദ്ധു ചേട്ടാ. ഹാപ്പി അല്ലേ? വെരി മച്ച്. ഞങ്ങൾക്ക് കേൾക്കേണ്ടത് ഡയലോഗാണ്. വേണോ? അതാ ഇവിടുത്തെ ഓഡിയൻസ് വന്നു, എന്നാലും ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. It's not a conscious plan, man. So അതന്നെ ഞങ്ങളുടെ പ്ലാൻ വർക്കായി. ആ പ്ലാൻ വർക്കായി. സത്യത്തിൽ പ്ലാൻ വർക്കായി. പടം നല്ല കുഴപ്പമില്ല. ഇവിടുത്തെ പ്ലംബിങ് ശരിയില്ലാത്ത എൻ്റെ കുഴപ്പമില്ല. അതെ. അപ്പോൾ
അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് തന്നെയാണ് ബേസിൽ പറഞ്ഞ പോലെ നല്ല അടിപൊളി ഒരു സ്ക്രിപ്റ്റിങ്ങും മിസ്റ്ററി ആയിട്ടുള്ളൊരു ത്രില്ലർ പടമാണ്. ഇതേ നോക്കി പോരെ കിട്ടിയാ ഷോ അത് അപ്പളെ വിളിച്ചാൽ മതിയായിരുന്നു. അല്ല അപ്പം വിളിച്ചില്ലല്ലോ. എല്ലാം കാണാത്തവരുണ്ടെങ്കിൽ പടം കാണും, എല്ലാവരും എൻജോയ് ചെയ്യും. താങ്ക് യു താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇനി ഇതാ ഇവിടെ നമ്മുടെ പൂജ ഇങ്ങനെ നിൽക്കുന്നത്. ഒരുമിച്ച് വിളിക്കാൻ പറഞ്ഞു ഡുവറ്റാണ്. ഒരു മൈക്ക് കൂടെ തരുമോ? അഖിലയും പൂജയും കൂടെ രണ്ടുപേരും കൂടെ, ഒന്ന് സ്പൈ ആണെങ്കിൽ ഒന്ന് നല്ല അടിപൊളിയായിട്ട് കോമഡി. ഇത്ര പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു കോമഡി കൂടെ പ്രതീക്ഷിച്ചില്ല ആള് കഴിയുന്നത്. ബട്ട് സൂപ്പർബായിരുന്നു. എന്താണ് ഞങ്ങളെടുത്ത് യെസ് പറയും. രണ്ടുപേരുടെയും കോംബോ അടിപൊളിയായിരുന്നു. എന്താ പറയാനില്ല, ഒന്നും മിണ്ടുന്നില്ലല്ലോ. വളരെ അധികം ബെല്ലടിച്ചു സ്കൂളിൽ കിട്ടുന്നു, അങ്ങനെ ആരും പോകരുത്. അല്ല, ഭയങ്കര സന്തോഷം ഇത്രയും സ്വീകാര്യത നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയതിൽ. പിന്നെ സുലു എങ്ങനെ ഉണ്ടായിരുന്നു? സുലു ഭയങ്കര രസമായിരുന്നു ചെയ്യാനൊക്കെ, പ്രത്യേകിച്ച് ബേസിലേട്ടൻ്റെയും പൊക്കി പറ പറയാം നച്ചുവിൻ്റെയും കൂടെ. പിന്നെ ഞങ്ങൾ മൂന്നുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസൊക്കെ ചെയ്യാൻ ഭയങ്കര